Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ Vivo X70 Pro Plus അതേപോലെ X70 Pro ഈ രണ്ട് ഫോണുകളുടെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ്. നിങ്ങൾ കണ്ടതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ IP68 വാട്ടർ സംവിധാനമൊക്കെ ഉണ്ട് നമ്മുടെ Pro Plusൽ. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു ബോക്സിനകത്ത് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. സംഗതി അടിപൊളിയാണ്. എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ബോക്സ് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം. രണ്ടും ഓപ്പൺ ചെയ്യാൻ നമുക്ക് ആദ്യം Pro Plusന്റെ കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് Proയിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ X70 Pro Plusന്റെ ബോക്സ്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോണിന്റെ ലെൻസും കാര്യങ്ങളൊക്കെ കാണാം. അതായത് ഫോണിന്റെ ക്യാമറ സെറ്റപ്പിന്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബോക്സിന് ഒരു ബുക്ക് പോലെ തുറക്കാൻ പറ്റും. തുറന്നാൽ ഫോണിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും ലുക്ക് വൈസ് നല്ല കിടുക്കൻ ലുക്ക് ആയിട്ടുണ്ടല്ലേ. ഇതിന്റെ ബോക്സിൽ വേറെ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനെ കുറിച്ചും ഫോണിനെ കുറിച്ചും നമുക്ക് പറയാം. ഈ ബോക്സിൽ വരുന്ന മറ്റ് ആക്സസറീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇയർഫോൺ വരുന്നുണ്ട് കേട്ടോ. ഇൻ ഇയർ ടൈപ്പ് ആണ്. അത് ടൈപ്പ് സി ആണ്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ വരുന്നില്ല. സോ ടൈപ്പ് സി ഇയർഫോൺ ആണ് വരുന്നത്. 55 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിന് 66 വാട്ടിന്റെ ചാർജർ അവർ കൊടുത്തിട്ടുണ്ട്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർഡ് കേസും കാര്യങ്ങളും ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. കുറച്ച് ഡോക്യുമെന്റേഷൻ, ടൈപ്പ് സി കേബിള്, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. എല്ലാം തന്നെ വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം. എന്തായാലും ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് X70 Pro Plus എന്ന് പറയുന്ന ഫോൺ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഡിസൈൻ ആയിട്ട് റിയർ സൈഡിലത്തെ സ്മഡ്ജസ് ഒന്നും ആവുന്നില്ല കേട്ടോ. ഒരു തരത്തിലും സ്മഡ്ജസ് ആവില്ല. സ്മഡ്ജസ് ഫ്രീ. നിങ്ങൾക്ക് തുടക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം കൺഫേം. സ്മഡ്ജസ് ആവാത്ത തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഡിസൈനാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്യാമറ മോഡ്യൂളൊക്കെ കാണാൻ ഒരു വലിയ സെറ്റപ്പാണ്. കാണാൻ തന്നെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഈ സംഗതി. ഫ്രണ്ടിൽ കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. അതിനു മുമ്പ് ഡിസ്പ്ലേയെ കുറിച്ച് പറയാം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം. താഴത്തെ സൈഡിൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേ, ഡുവൽ നാനോ സിം ആണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പ് സൈഡിൽ IR ബ്ലാസ്റ്ററും അതേപോലെ തന്നെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാണാം. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂളിൽ വരുന്നത് 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. അതിന്റെ ഒപ്പം തന്നെ 48 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസും 8 മെഗാ പിക്സലിന്റെ സൂം ലെൻസ്, അതായത് 5x ഒക്കെ സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെൻസ് ആണ്. 60x വരെ ഡിജിറ്റലി നിങ്ങൾക്ക് സൂം ചെയ്യാം. സോ ഒരു ടോട്ടൽ കിഡിലൻ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ക്വാളിറ്റി അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ വന്നിട്ട് 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ പഞ്ച് ഹോളിലാണ്. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും നല്ല ക്വാളിറ്റി തന്നെയാണ്. സോ അതിന്റെ ഒരു ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതിന്റെ ഡിസ്പ്ലേക്ക് ഉണ്ട് ഒട്ടനവധി സവിശേഷതകൾ. ഒന്ന്, ഇത് ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. 2K ഡിസ്പ്ലേ ആണ്. അതിന്റെ ഒപ്പം തന്നെ E5 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 10 ബിറ്റ് കളർ ഡെപ്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കിഡിലൻ സംഭവമാണ്. 6.783 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ HDR10 കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവറോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കിഡിലൻ സെറ്റപ്പാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആയിട്ട്, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. പക്ക സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഡിസ്പ്ലേ വിഷ്വലി നമുക്ക് കാണാനായാലും യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും ആയാലും ഒക്കെ എക്സലന്റ് ആണ്. ഈ പ്രൈസിൽ നമ്മളൊരു എക്സലന്റ് പ്രോഡക്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ പാർട്ടിലേക്ക് വരാം. ഡിസൈനും ഡിസ്പ്ലേയും കഴിഞ്ഞു. മെയിൻ പാർട്ട് ക്യാമറയാണ്. വിവോ എപ്പോഴും ക്യാമറയിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. സോ നമുക്ക് ക്യാമറയുടെ ഭാഗങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കാം. ക്യാമറ സ്പെക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സാമ്പിളുകളിലേക്ക് വരാം. മെയിൻ ക്യാമറ ഇമേജ് സാമ്പിളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിൽ എടുത്താൽ പോലും ഒരു തരത്തിലുള്ള ഇഷ്യൂവും വരില്ല. ഞാനിത് ഡയറക്റ്റ് സൺലൈറ്റിൽ എടുത്തിരിക്കുന്ന ഇമേജുകളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇട്ടിരിക്കുന്നത് വൈറ്റ് ഷാർട്ട് ആണ്. എന്നാൽ പോലും ഓവർ എക്സ്പോഷറിന്റെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. കോ എഞ്ചിനീയർഡ് വിത്ത് സെയ്സ് എന്നാണ് പറയുന്നത്. അതായത് സെയ്സ് ഒപ്റ്റിക്കൽ സെറ്റപ്പ് ആണ്. ഇതിന്റെ ക്യാമറ സെയ്സുമായി കമ്പൈൻ ചെയ്താണ് ഇവർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് ഇതിന്റെ ഇമേജുകളിൽ കാണാനുണ്ട്. അത് ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോഴായാലും ശരി, നോർമലി ഇപ്പോൾ എൻ്റെ മോളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതും കിഡിലൻ സെറ്റപ്പ് തന്നെയാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ നട്ടുച്ചയ്ക്ക് ഞാൻ നിന്നിട്ട് ഇങ്ങനെ വൈറ്റ് ഷർട്ട് ഇട്ടിരുന്നിട്ട് സെൽഫി എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഈ കാണുന്ന പോലുള്ള ഒരു സെൽഫി കിട്ടും. ഇതുപോലെ എനിക്കിത് അടിപൊളി ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത്. വീഡിയോ സാമ്പിൾ, ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഒക്കെ, അത് മെയിൻ ക്യാമറയിലും വൈഡ് ആംഗിൾ ക്യാമറയിലും ഒക്കെ ഗിംബൽ സ്റ്റെബിലൈസേഷനോട് കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ ഫുട്ടേജ്. ഞാൻ നടക്കുകയാണ്, നല്ല ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. പക്ക സ്റ്റേബിൾ ആയ വീഡിയോസ് ആണ്. ഒപ്പം തന്നെ വെൽ എക്സ്പോസ്ഡ് ആയ നല്ല ഡീസന്റ് ക്വാളിറ്റി ഫുട്ടേജ് ആണ് ഇതിൽ കിട്ടുന്നത്.
നിങ്ങൾക്ക് 4K 8K ഒക്കെ എടുക്കാം. നമ്മുടെ വീഡിയോ ഫുൾ HD ആയതുകൊണ്ട് ഇതിൽ ഞാൻ ഫുൾ HD മാത്രമാണ് കാണിക്കുന്നത്. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓടാനും സൈക്ലിങ്ങിന്റെ ടൈമിലും ഒക്കെ ഈ ക്യാമറ ഉപയോഗിക്കാം. അപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ അൾട്രാ സ്റ്റഡി 5 ആക്സിസ് ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് അൾട്രാ സ്റ്റഡി മോഡിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ എന്റെ മോളുടെ പുറകെ ഞാൻ ഓടിക്കൊണ്ട് ഈ അൾട്രാ സ്റ്റഡി ഇട്ടിട്ട് ഞാൻ ഓടിക്കൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ അവളുടെ പുറകെ ഓടുകയാണ്. ആ ഓടുന്ന ടൈമിലും ആ അൾട്രാ സ്റ്റഡിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്റ്റേബിളായ ഡീസൻ്റായ ഒരു ഗുഡ് ക്വാളിറ്റിയുള്ള വീഡിയോ വിത്ത് ഗുഡ് സ്റ്റെബിലൈസേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഈ ഫോണിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും ഈ ഒരു ക്യാമറ പുലി തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ആവറേജ്. ഇപ്പം ഞാൻ തൃശ്ശൂർ ശോഭ സിറ്റി മാളിൽ എൻ്റെ മോൾ കളിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ഞാൻ ജസ്റ്റ് നോർമലായിട്ടൊക്കെ ആ ഒരു മാളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എടുത്തുള്ള കുറച്ച് ഫോട്ടോസാണ്. ഇതൊക്കെ ഡീസൻ്റ് ആണ്. നോർമലി ഈ ഫോണിൽ നിന്ന് നമ്മൾ ആ ഒരു ഡീസൻറ്റ് ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നോർമലായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള നല്ല ക്വാളിറ്റി കിട്ടും. അതിലൊരു ഡൗട്ടും വേണ്ട. മെയിൻ ക്യാമറ ആയാലും ശരി, സെൽഫി ക്യാമറ ആയാലും ശരി, നല്ല ക്വാളിറ്റിയാണ്. സെൽഫി വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിൽ വീഡിയോസ് എടുത്താലും ഈ കാണുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഇതിൻ്റെ സെൽഫി വീഡിയോ തരുന്നുണ്ട്. മെയിൻ ക്യാമറയുടെ വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് കാണാം. നോർമലായിട്ട് ലൈറ്റ് ഉള്ള ഇത്തരം ലൈറ്റിംഗ് സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഡീസൻ്റ് ആയ ക്വാളിറ്റി ക്യാമറ ഫുട്ടേജ് അല്ലെങ്കിൽ വീഡിയോ ഫുട്ടേജുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ലൈറ്റ് നല്ലോണം കുറവുള്ള അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയ ലൈറ്റ്സ് ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനുകളിൽ നമ്മൾ ഫോണിലെ ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ അത്ര ഗുഡ് ക്വാളിറ്റി കിട്ടാറില്ല. ബട്ട് ഈ ഒരു ഫോണും കൊണ്ട് ഞാൻ ഇതിരി കോംപ്ലിക്കേറ്റഡ് ആയ ലൈറ്റുള്ള സിറ്റുവേഷനിലേക്ക് കടന്നു ചെന്നു. എൻ്റെ മോളുടെ കളി സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു റൂമിലെ ലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷനിലെ ലൈറ്റ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള പല കളറിലുള്ള പലതരം ലൈറ്റുകളാണ്. പല ഫോഴ്സിലും പല പവറിലും നിൽക്കുന്ന ലൈറ്റുകളാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതായി കാണുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി ഇമേജുകൾ എടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്ക്. ഇതിനകത്ത് സൂപ്പർ നൈറ്റ് മോഡ് പോലുള്ള സ്പെഷ്യൽ ക്യാമറ ഫീച്ചറുകളുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നൈറ്റ് മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് ഇതുപോലെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയ ലൈറ്റ് ഉള്ള സിറ്റുവേഷനിലും ഇതുപോലത്തെ ക്ലീൻ ആയ ഡീസൻ്റ് ആയ ഇമേജുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോയിലും നമുക്ക് ഇതുപോലെ തന്നെ നല്ല നൈറ്റ് മോഡും കാര്യങ്ങളും കിട്ടുകൊണ്ട് നല്ല കിടുക്കൻ വീഡിയോസ് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ പറഞ്ഞ അതേ കോംപ്ലിക്കേറ്റഡ് ആയ ലൈറ്റിംഗ് സിറ്റുവേഷനിലാണ് ഞാനും എൻ്റെ മോളും നിൽക്കുന്നത്. എൻ്റെ വൈഫ് വലിയ ക്യാമറാമാൻ ഒന്നുമല്ല, ക്യാമറ എക്സ്പെർട്ട് ഒന്നുമല്ല, ചുമ്മാ കാഷ്വലായിട്ട് എടുത്തിരിക്കുന്ന ഒരു നോർമൽ വീഡിയോ ക്ലിപ്പാണ്. എൻ്റെ ഒരു ലുക്കും എൻ്റെ ഹെയർ അടക്കമുള്ള എല്ലാ ഏരിയാസും എത്ര ക്ലീൻ ആയിട്ടാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾക്കിത് ഓക്കെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വെരി സാറ്റിസ്ഫൈഡ്. എനിക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ ഫുട്ടേജൊക്കെ കാണുമ്പോൾ തോന്നിയത്. സെൽഫി ക്യാമറയും ഒട്ടും മോശമല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫി ക്യാമറ ഇമേജുകൾ. ഫുൾ ഡാർക്ക് റൂമാണ്, അതിനകത്ത് ലൈറ്റുകൾ മാത്രമാണുള്ളത്. ബട്ട് ആ കോംപ്ലിക്കേറ്റഡ് ആയ ലൈറ്റിലും സെൽഫി ക്യാമറ നമുക്ക് ഇത്തരത്തിൽ ഡീസൻ്റായ ബാക്കിൽ നിന്നുള്ള ലൈറ്റുകളൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ മുഖത്തിനെ, ആ സബ്ജക്റ്റിന്റെ ഫേസിനെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന ഇമേജുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ഡേ ലൈറ്റിലായാലും നോർമൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും നല്ല രീതിക്ക് കോംപ്ലിക്കേറ്റഡ് ആയ ലൈറ്റിംഗ് സിറ്റുവേഷനുകളിലാണെങ്കിലും നമുക്ക് വളരെ ഡീസൻ്റ് ആയ ഇമേജുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ക്യാമറ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എടുത്തു, അതാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഇതിൽ വേറെയും കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമ്മൾ നോർമലി ഇപ്പോൾ ഒരു നൈറ്റ് മോഡ് ഇമേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തതിന് ശേഷം നൈറ്റ് മോഡ് പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഇതിൽ നമുക്ക് റിയൽ ടൈമിൽ ആ പ്രിവ്യൂ കാണുന്നത് തന്നെ നൈറ്റ് മോഡിൽ കാണാൻ സാധിക്കും. സോ നൈറ്റ് മോഡ് ഇമേജുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അതേപോലെ പ്രോ സിനിമാറ്റിക് മോഡ്, പ്രോ ലെവലുള്ള വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത്, ലോഗ് മോഡ്, റോ മോഡ്, അങ്ങനെ ഒരുപാട് പ്രോ ലെവലിൽ നിങ്ങൾക്ക് സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സിനിമ പോലെ എന്തെങ്കിലും ഷോകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുള്ള ഒട്ടനവധി ഫീച്ചേഴ്സും ഇതിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതൊക്കെ ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ കാണിക്കാം. എന്തായാലും ഇപ്പോഴേക്ക് ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 888+ ആണ്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എക്സലന്റ് ആണ്. ടോപ്പ് ക്വാളിറ്റി പ്രോസസ്സറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതിൻ്റെതായ പെർഫോമൻസ് ഉണ്ട്. യാതൊരുവിധ ലാഗും കാര്യങ്ങളും ഇല്ല. LPDDR5 റാം ആണ്. UFS 3.1 സ്റ്റോറേജ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് ചെയ്യുന്ന 4GB റാം കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന റാം വേരിയന്റിൽ കൂടെ എക്സ്ട്രാ 8GB എടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ വീണ്ടും 4GB ആഡ് ചെയ്ത് നിങ്ങൾക്ക് 12GB ആക്കി ഉപയോഗിക്കാനുള്ള ആ റാം എക്സ്റ്റൻഷൻ ടെക്നോളജിയും ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ഫൺ ടച്ച് OS ആണ്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. ബ്ലൂടൂത്ത് 5.2 ഒക്കെ വരുന്നുണ്ട്. Wi-Fi 6, OTG, NFC ഇങ്ങനെ വേണ്ടുന്ന എല്ലാ ബേസിക് ആയ സെറ്റപ്പും ഇതിനകത്തുണ്ട്. ബാറ്ററി 4500 mAh ആണ്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം 55 വാട്ടിന്റെ വയേർഡ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 66 വാട്ടിന്റെ ചാർജർ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. ബാറ്ററി ലൈഫിലൊന്നും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. സോ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫോണിനെ കുറിച്ച്, X70 Pro Plus എന്ന ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. കിടുക്കൻ ഓപ്ഷനാണ്. എല്ലാ മേഖലയിലും ഒരു പ്രോ ഫോൺ തന്നെയാണ്.
ഇതിന്റെ പർച്ചേസ് ലിങ്കും പ്രൈസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന പ്രോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രോയുടെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഡീസൻ്റ് ആയ ഒരു ഫോണാണ്. നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ഇവിടെയും കയ്യിൽ കിട്ടുന്നുണ്ട്. ബോക്സിൽ 44 വാട്ടിന്റെ ചാർജറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് ഉണ്ട്, ഡോക്യുമെന്റേഷൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നോർമലി ഇതിൽ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാം ഉണ്ട്. നമുക്കതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോണിലേക്ക് വരാം. ഇതാണ് X70 Pro എന്ന ഫോൺ. കയ്യിൽ പിടിക്കാൻ തന്നെ ഒരു കംഫർട്ടബിൾ ആയ ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. പ്ലസിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഫോൺ. ഈ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 7.9 mm ആണ് തിക്നെസ്, 183 ഗ്രാം ആണ് വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ്. ഇത് ഫുൾ HD ഡിസ്പ്ലേ ആണ്. മറ്റേത് ക്വാഡ് HD ആയിരുന്നു. ഇത് ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നുള്ളൂ. ബട്ട് ഇതും E5 AMOLED ഡിസ്പ്ലേ തന്നെയാണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. ഓവറോൾ ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതും കർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ്. പ്രോ പ്ലസിലും കർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ്. ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 6.56 ഇഞ്ച് ആണ്. ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിൽ നോക്കിയാൽ 50 MP മെയിൻ ക്യാമറ, 12 MP വൈഡ് ആംഗിൾ ക്യാമറ, 12 MP പോർട്രേറ്റ്, അതേപോലെ തന്നെ 8 MP ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉള്ള ഈ സൂം ലെൻസും കാര്യങ്ങളും ഇതിനകത്തും വരുന്നുണ്ട്. സെൽഫി വന്നിട്ട് 32 മെഗാ പിക്സൽ തന്നെയാണ്. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇമേജ് സാമ്പിളുകൾ എങ്ങനെയുണ്ടെന്നോ ഇഷ്ടപ്പെടണമോ? എന്നെ സംബന്ധിച്ച് ഇതിന്റെ മെയിൻ ക്യാമറയും നമ്മൾ പ്ലസ് ടുവിൽ കണ്ട പോലെ തന്നെ ഒരു ഡീസന്റ് ക്വാളിറ്റി ഇതിന്റെ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും ഒക്കെ തരുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇതിന്റെ ക്യാമറയുടെ ഭാഗത്തും എനിക്ക് വന്നില്ല. സോ നിങ്ങളിവിടെ കാണുന്നതാണ് ഇതിന്റെ റിസൾട്ട്. എങ്ങനെയുണ്ട്? മെയിൻ ക്യാമറയുടെയും സെൽഫി ക്യാമറയുടെയും ഒക്കെ ഇമേജുകൾ മിക്സഡ് ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ റിസൾട്ട് നേരത്തെ കണ്ട പോലെ തന്നെ സെയിം റിസൾട്ടാണ്, നല്ല ക്വാളിറ്റിയാണ്. വീഡിയോ സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി. ഓവറോൾ എനിക്ക് ഇതിന്റെ വീഡിയോയും മെയിൻ ക്യാമറ എല്ലാ തരത്തിലുള്ള ക്യാമറ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലും മികച്ച പെർഫോമൻസ് തന്നെയാണ് X70 Proയും നമുക്ക് തരുന്നത്. ഇതിലെ പ്രൊസസർ വന്നിട്ട് Dimensity 1200 എന്ന പ്രൊസസറാണ്. UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിലും റാം എക്സ്പാൻഷൻ ടെക്നോളജി ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ 4GB റാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേയും HDR10 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ IR സെൻസറും കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. 4450 mAh ബാറ്ററി, 44 വാട്ടിന്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒപ്പം വരുന്നത്. ബ്ലൂടൂത്ത് 5.2, Wi-Fi 6, OTG, IR സെൻസർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുമുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില വ്യത്യാസങ്ങൾ. ഒന്ന് പ്രൊസസർ 1200 ആണ്, Dimensity 1200 ആണ്, മറ്റേത് 888+ ആയിരുന്നു. ഇവിടെ ഫുൾ HD ഉള്ളൂ, അവിടെ ക്വാഡ് HD ഉണ്ടായിരുന്നു. ഇവിടെ വൈഡ് ആംഗിൾ ക്യാമറ 12 മെഗാ പിക്സലാണ്, അവിടെ 48 മെഗാ പിക്സൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ. ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ചാർജിങ്ങിന്റെ ഒക്കെ കാര്യങ്ങളിലെ വ്യത്യാസം. ഇതിൽ വയർലെസ് ചാർജിങ് വരുന്നില്ല. സോ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതും ടോട്ടലി ഒരു പുലി തന്നെയാണ്. സോ ഫൈനലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണുകളാണെങ്കിലും കിടുക്കൻ സെറ്റപ്പാണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്തതിൽ വന്നിട്ടില്ല. രണ്ടും കർവ്ഡ് ഡിസ്പ്ലേ, അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റി. ക്യാമറ, എസ്പെഷ്യലി ക്യാമറ കിടുക്കൻ സെറ്റപ്പാണ്. വീഡിയോസിനായാലും ശരി, ഫോട്ടോസിനായാലും ശരി, എക്സലന്റ് ഓപ്ഷനാണ്. നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളുണ്ട്, മികച്ച പെർഫോമൻസും ഉണ്ട്. സോ ടോട്ടലി എനിക്ക് ഈ രണ്ട് ഫോണുകളും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. ലിങ്കും പ്രൈസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഇപ്പോഴേക്കും എനിക്ക് അതിന്റെ പ്രൈസ് അറിയില്ല. അറിയുന്ന വഴിക്ക് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.